ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇഷ്ടമാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ പുറത്തൊക്കെ വന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ. നല്ല മഴച്ചാറുണ്ട്. മാങ്ങയൊക്കെ ഇഷ്ടംപോലെ അവിടെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഉറക്കച്ചടവാണ്. ഞാൻ എന്നിട്ട് പല്ലൊക്കെ തേച്ച് ഞാൻ ചായയും കാപ്പിയൊന്നും കുടിക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം രാവിലെ കുടിക്കും കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളും കുറച്ച് റെഡിയാക്കി വെക്കാൻ വിചാരിച്ചു. കറിയും എനിക്ക് കഴിക്കാനുള്ള രാവിലത്തേത് ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചു. ഡ്യൂട്ടിക്ക് വരായില്ലേ? ഏട്ടൻ 7 മണിക്ക് ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആൾ ഗസ്റ്റ് ഹൗസിലായതുകൊണ്ട് ഇപ്പോൾ 6:45 ഇറങ്ങും. എന്നാലല്ലേ അവിടെ എത്തണ്ടേ, നടന്നെത്തണ്ടേ. ഇപ്പോൾ ആൾ പുറത്തേക്ക് നോക്കണ വേറെ ഒന്നും കൊണ്ടല്ല, മഴ ചാറിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും പറഞ്ഞിട്ടായിരിക്കും. കോടയും കൊണ്ട് പോകാനൊക്കെ ഭയങ്കര മടിയാണ് ഞങ്ങൾക്ക്. ഏട്ടനങ്ങനെ പോകാനൊക്കെ നിൽക്കാം. മഴ ചാറിയും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ മഴ. ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങാൻ നിൽക്കുക. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് പോയിരിക്കുക കേട്ടോ. അത് കംപ്ലൈൻറ്റ് ചെയ്യണമെങ്കിൽ കണ്ട് ഇരുട്ട് പോലെ ഉണ്ട്. ഇത് വീഡിയോ എടുക്കണതുകൊണ്ടുള്ള പ്രഹസനമൊന്നുമല്ല, എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. വേഗം പണികളൊക്കെ ഒരുക്കണം. ഇനി ഏട്ടന് ഉച്ചയ്ക്ക് റെസ്റ്റ് വരുള്ളൂ. അതുവരെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് കേട്ടോ. മഴൻ്റെ വിളിക്ക് പറഞ്ഞത് വേറൊന്നും കണ്ടല്ല, കുട ഒന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പോയിരിക്കുന്നത്. ഏട്ടൻ്റെ കുട ഓഫീസിലാണ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ വേഗം റെഡിയാക്കാൻ വിചാരിച്ചു. കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒതുക്കി വെച്ച് പോയാൽ നമുക്ക് വന്നാൽ അത്രയും പണി കുറഞ്ഞു കിട്ടുമല്ലോ. വരുമ്പോഴേക്കും എന്തായാലും കുറച്ച് വൈകുമല്ലോ. ഞാൻ എനിക്കുള്ള ഉപ്പുമാവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളതാട്ടോ. എനിക്ക് മാത്രം കഴിക്കാനുള്ള ഉപ്പുമാവ് മാത്രം മതി. ഏട്ടനും കോഫി ഹൗസിൽ നിന്നാണ് കഴിക്കാറ്. ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കുള്ളൂ. ഉപ്പുമാവും ഉച്ചയ്ക്കുള്ള സാമ്പാറൊക്കെ ആക്കി വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ ബെഡും കാര്യങ്ങളൊക്കെ വേഗം വിരിച്ച് അടിച്ചൊരു തുടയ്ക്കണം. അങ്ങനെയുള്ള പരിപാടിക്ക് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടല്ലേ പോവുള്ളൂ. അപ്പോൾ വേഗം അടിക്കലും തുടയ്ക്കലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലത്തേക്ക് ദൂരം ഉണ്ടോ ചോദിച്ചാൽ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഒരുപാടൊന്നുമില്ല, അത്യാവശ്യം. രാവിലെ മഴ കണ്ടപ്പോൾ മടിയാവുകയൊക്കെ ചെയ്തു. അമ്പലത്തേക്ക് പോകണ്ടേ, എത്ര രാവിലെ നീച്ചെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് മടിയാവുകയൊക്കെ ചെയ്തു. പക്ഷെ കുറേ ഞാൻ അമ്പലത്തിൽ പോകണം പറയണം. ഏട്ടനും ഒഴിവ് കിട്ടാത്തതുകൊണ്ട് പോകാൻ പറ്റാതിരുന്ന്. അപ്പോൾ എന്തായാലും വിചാരിച്ചു, എന്തായാലും വീട്ടിലൊന്ന് പോകണം എന്നൊക്കെ വിചാരിച്ച് വേഗം പണികളൊക്കെ ഒരുക്കുക കേട്ടോ. അടിക്കലും തുടയ്ക്കലൊക്കെ ചെയ്യണം. ഫുള്ള് ക്ലീൻ ആക്കിയിട്ടല്ലേ നമ്മൾ പിന്നെ അമ്പലത്തേക്കൊക്കെ പോവുള്ളൂ. അപ്പോൾ കച്ചട കളയാണ്ട് അതുപോലെ മാങ്ങ വീണെടുക്കേണ്ട. സ്കൂൾ പിള്ളേരൊക്കെ വന്ന് പെറുക്കണ് കാണാം കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഞാൻ വേഗം കൊണ്ടുപോയിട്ട് കളഞ്ഞിട്ട് വരട്ടെ. ഇതാട്ടോ ഞങ്ങളുടെ ബിൽഡിങ്. ഇതിൻ്റെ മേലത്തെ ബിൽഡിങ് ആട്ടോ ഞങ്ങളുടെ. ഞാനപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വേഗം വിളക്കും കാര്യങ്ങളൊക്കെ കത്തിക്കട്ടെ വേണ്ടിയിട്ട്. എനിക്കറിയില്ല, ഞാൻ ഇവിടെ ഭോപ്പാൽ വന്ന സമയത്താണ് ഇങ്ങനെ കിണ്ടിയിലും ഒരു കുടുക്കയിലൊക്കെ വെള്ളമാക്കി അങ്ങനെ വെക്കണത് ഞാൻ കണ്ടിരിക്കുന്നത്. പാലക്കാട് കാര്യങ്ങളിലൊന്നും ഞാൻ വീട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ എന്തെങ്കിലും വിശേഷ ദിവസം നിറച്ച് വയ്ക്കുന്നല്ലാതെ ഇങ്ങനെ കണ്ടിട്ടില്ല. നമുക്കിന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. ഇവിടെ കുന്നിൻ മുകളിലൊരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോയിട്ട് വരാം. ഗായ്സ്, അമ്പലത്തിൽ പോവാണ്. മഴ ചാറാൻ തുടങ്ങി. കുടയാണെങ്കിൽ രമേശേട്ടനും കൊണ്ടുപോയി. അടിപൊളി മഴ പെയ്തു. ആളും കൊണ്ടുപോയി. ഇന്ന് മഴയും പെയ്തു. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. കടകളൊന്നും തുറന്നിട്ടില്ല. 8:15 കേട്ടോ സമയം. പക്ഷേ ഇവിടെ 9-9:30 ആവും കട തുറക്കാനൊക്കെ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രമേശേട്ടൻ വന്നു കേട്ടോ. പകുതി വെച്ചിട്ട് വന്നു എന്നെ കൊണ്ടുപോകാൻ. അപ്പോൾ തെറ്റേ പറയും കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറയും. ഇത് ഇവിടെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. ഇവിടെ തൊട്ടപ്പുറത്തുള്ള ഹോസ്പിറ്റൽ ഇതാണ്. ഇവിടെയുള്ള ആകെയുള്ള ഹോസ്പിറ്റൽ എന്നും പറയാൻ വേണമെങ്കിൽ. പിന്നെ കുറച്ചങ്ങോട്ട് ദൂരത്തേക്ക് പോകണം. അപ്പോൾ ആ ഗേറ്റൊക്കെ തുറന്നു. ഗേറ്റ് അടയ്ക്കാനും പറ്റണ്ടേ. ഒടുക്കത്തെ വലിയ ഗേറ്റ് ആയതുകൊണ്ട് ഒടുക്കത്തെ വെയിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വലിച്ചടയ്ക്കണേ. ഇത്രയും ഗതികെട്ട് ഈ ലോകത്ത് ആരും ഉണ്ടാവില്ല പറഞ്ഞ അവസ്ഥ. കുട പിടിക്കണം, ഫോണ് പിടിക്കണം, എന്തൊക്കെ ചെയ്യണം. ഓരോത്തിന് ഷാളും കാര്യങ്ങളും. അമ്പലത്തിൽ പോകുമ്പോഴുള്ള വഴിയാട്ടോ അത്. നാടിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു റോഡ്. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ പറയാം. ഫുള്ള് അവിടെ വീടും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഇട്ടത്. അടിപൊളിയാണ് മേലെ നിന്നുള്ള വ്യൂ. തണുപ്പ് സമയത്തൊക്കെ പോകുമ്പോൾ ഇവിടെ മൊത്തം കോടയായിട്ടാട്ടോ കാണുക. പക്ഷെ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ ആ ടൈമിലും കാണാൻ. അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് അത്യാവശ്യം നടക്കാണ്ട്. നടന്നു വരികയാണെങ്കിൽ നമുക്ക് ചടപ്പ് തന്നെയാണ്. പക്ഷെ നടന്നു വരാൻ നല്ല രസം കേട്ടോ. ഇത് ഇവിടുത്തെ വെള്ള ടാങ്ക് കേട്ടോ. ഇതിൻ്റെ പുറകിലാണ് അമ്പലം വരുന്നത്. അത് അമ്പലം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുക കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ. ശരിക്കും അമ്പലത്തിൽ പോകുമ്പോൾ അന്നത്തെ ദിവസം മൈൻഡൊക്കെ ഭയങ്കര ഫ്രീ ആവില്ലേ. ഭയങ്കര ഒരു സമാധാനം ഇതൊക്കെ കിട്ടും പോകുമ്പോൾ. ഈ അമ്പലത്തേക്ക് ഒറ്റയ്ക്ക് വിടില്ല. ഒറ്റയ്ക്ക് പോകാനും പറ്റില്ല. കാരണം കുറച്ച് ഉള്ളിലേക്ക് അങ്ങോട്ട് പോകണം. 2 സൈഡും കാടാണ്. സെൻറ്ററിൽ കൂടെ ഒരു റോഡാണ്. നിങ്ങൾ കണ്ടില്ലേ ഇപ്പം തന്നെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചാൽ ഒരു മനുഷ്യൻ്റെ കുട്ടി അറിയില്ല. അമ്പലത്തിൽ അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവാറില്ല. കാരണം ഇവിടെ ശിവരാത്രി ദിവസം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം ഞങ്ങൾ ശിവരാത്രിക്ക് പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ നിന്നുള്ള വ്യൂ ആട്ടോ അത്. ഇതാണ് അമ്പലം കാണുന്നത്. ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. ഇവിടെ ശിവനെയാണ് പൂജിക്കുന്നത്.
ശിവൻ മാത്രമല്ല അപ്പുറത്ത് വേറെ ദൈവങ്ങളുണ്ട്, പക്ഷെ മെയിനായിട്ട് ശിവനാണ്. അപ്പോൾ ഞാൻ കൂവളത്തിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പോവാം. രംശേട്ടൻ വീഡിയോ എടുക്കുക, വീഡിയോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രംശേട്ടൻ. അപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിക്കുന്നുണ്ട് കൂവളത്തിൻ്റെ ഇല പൊട്ടിക്കുമ്പോൾ 3 എണ്ണമായിട്ട് പൊട്ടിക്കേണ്ട അങ്ങനെ ഇല്ലയോ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ചോദിച്ചിട്ട് ഞാൻ പൊട്ടിക്കുകയാണ്, പൂജയ്ക്കുള്ളതാണ്. ശരിക്കും നാട്ടിലത്തെ രീതിയോ നാട്ടിലത്തെ പോലുള്ള പൂജകളോ ഒന്നുമല്ല കേട്ടോ. ഇവിടെ നാട്ടിൽ പറഞ്ഞാൽ നമുക്ക് പൂജാരി പൂജ ചെയ്ത് പ്രസാദം അങ്ങനെ തരും, അങ്ങനെയല്ല ഉള്ളത്. പക്ഷെ ഇവിടെ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് തന്നെ പൂജ ചെയ്യിപ്പിച്ച് എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പോൾ അതാണ് പൂജാരി. അമ്പലമൊക്കെ അടച്ചു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തിരക്കൊന്നും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇവിടെ ശിവരാത്രിൻ്റെ അന്ന് മാത്രമേ തിരക്കുണ്ടാവുള്ളൂ. ഇവിടെ നിന്ന് മേലെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. തണുപ്പ് സമയത്ത് വന്നപ്പോൾ ഇവിടെ ഫുള്ള് നേരെ കാണായിരുന്നു, കാരണം ഒരേ ഇല പോലും ഉണ്ടായിരുന്നില്ല മരത്തിൽ. ആ വലിയ ഗേറ്റ് പൂജാരി വരുമ്പോൾ തുറക്കും, പൂജാരി പോകുമ്പോൾ അടയ്ക്കും, അങ്ങനെ കേട്ടോ ചെയ്യുക. സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ കേട്ടോ നടന്ന് വരേണ്ടവരൊക്കെ വരിക. അപ്പോൾ ഞങ്ങൾ വണ്ടിയും കൊണ്ട് വന്നതുകൊണ്ട് തന്നെ പൂജാരിയും പോകാൻ നിൽക്കല്ലേ. അപ്പം ഞങ്ങളും ഇറങ്ങി കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ചാൽ പക്ഷെ ഒന്നും പറ്റിയില്ല. പിന്നെ ഒരു ദിവസം ഇനി പോകുമ്പോൾ അത് ഗസ്റ്റ് ഹൗസ് ആട്ടോ, അവിടെ രംശേട്ടൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ഭംഗിയല്ലേ, ശരിക്കും നാട്ടിൻപുറം പോലെ തന്നെയാണ് സംഭവം, പക്ഷേ ഞങ്ങൾ നാട്ടിലല്ല. ഈ വഴി ഉണ്ടല്ലോ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കൂടെ പോകാൻ, കാരണം നല്ല രസമാണ്. ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും ഫുള്ള് മരങ്ങളായിട്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നെ അങ്ങോട്ട് വീട്ടിലാക്കിയിട്ട് രംശേട്ടൻ പോകും. അപ്പോൾ മാങ്ങ കണ്ടോ വീണെടുക്കണേ, ഞാൻ പെറുക്കാനൊക്കെ വിചാരിച്ചു, പക്ഷേ എൻ്റെ കയ്യിൽ സ്ഥലമല്ല, കൊടിയെല്ലാം കൂടി ആയിട്ട്. ഒട്ടപ്പൊക്കെ മയമാണ് ഗൈസ്. ഞാൻ ചന്ദനത്തിരി കത്തിച്ചിട്ട് വാതിലടച്ചിട്ട് പോയില്ലേ. അപ്പം അമ്പലത്തിലേക്ക് പോയി വന്നു. ഞാൻ ഇവിടുത്തെ അമ്പലത്തെ പ്രസാദം കൽക്കണ്ടോണേ. ഇപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി ഫുഡ് കഴിക്കണം, രാവിലത്തെ ഫുഡ് കഴിക്കണം. അതുപോലെ ഇനി ഉച്ചയ്ക്കുള്ള ചോറും ഉപ്പേരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കണം. കറി ഓൾറെഡി ഞാൻ സാമ്പാർ വെച്ച് പോയി രാവിലെ, അതുകൊണ്ട് ഇനി കഴിക്കാൻ നോക്കാം. ഇനി കുറേ പണികളുണ്ട്, അപ്പം ഞാൻ എൻ്റെ പരിപാടികളിലേക്ക് കിടക്കട്ടെ. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബായ്.